ഓടിക്കൊണ്ടിരിക്കുന്ന ഫോൺ നിർത്താതെ വിളിക്കുന്ന കുടുംബത്തെ പോലും നോക്കിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും ഓഫീസിലേക്ക് തിരിച്ചു പോകുന്ന 10, 20, 30, 50, 100 ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി. എന്താണ്? സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അശദ്ദു അയ്യു അന്യന്നാസ് അശദ്ദു ബലാഅ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഏതൊരു കൂട്ടമാണ്? ഖാല റസൂലുള്ളാഹി അൽ അംബിയാഉ, പ്രവാചകന്മാർ, സുമ്മൽ അംസലു വൽ അംസൽ, പിന്നീട് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ ചെയ്യുന്നവർ, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ. എന്നിട്ട് റസൂൽ പറഞ്ഞു ഫയുബ്തല റജുലു അലാ ഹസ്ബി ദീനിഹി, ഓരോ പ്രവർത്തകനും ഓരോ മനുഷ്യനും നാട്ടിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനവും പ്രയാസവും പരീക്ഷണങ്ങളും അവനവന്റെ ദീനിനനുസരിച്ചായിരിക്കും. ഇൻകാന ദീനുഹു സുൽബൻ, അവന്റെ ദീൻ ഉറച്ചതാണെങ്കിൽ അവനുള്ള പ്രയാസവും പരീക്ഷണവും നാട്ടിൽ നിന്ന് നേരിടേണ്ടി വരും. ഇൻകാന ഫീ ദീനിഹി റിഖത്തുൻ, അവൻ അഴുകുഴമ്പൻ ദീൻ മുറുകെ പിടിക്കുന്നവനെങ്കിൽ ഉബ്തുലിയ അലാ ഹസ്ബി ദീനിഹി, അവനൊരു പ്രശ്നമില്ല. അങ്ങനെയാകാം, ഇങ്ങനെയാകാം, വിളിക്കാം, വിളിക്കാതിരിക്കാം, തേടാം, തേടാതിരിക്കാം, എന്തുമാകാം എന്ന് പറയുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രയാസമേ നാട്ടിൽ നിന്ന് നേരിടേണ്ടി വരികയുള്ളൂ. സൂക്ഷിക്കുക, പരിക്ഷീണിതരാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ്, അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. തെറ്റിദ്ധരിക്കരുത്, റബ്ബിനോട് ദുആ ഇരക്കണം എന്ന് പറഞ്ഞവരാണ്, നേർച്ച റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞവരാണ്. പലരും കൈവിട്ടുപോയ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്, എല്ലാവർക്കും മുഖപ്രസന്നതയാണ്. പലരും കുടുംബത്തിൽ ഒറ്റപ്പെട്ടവരാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഈ തറവാട്ടിലേക്ക് വരേണ്ടെന്ന് പറഞ്ഞവരുണ്ട്. വിദേശത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി വേദിയിൽ കയറാൻ കാത്തു നിൽക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് വിദേശത്ത് നിന്ന് പിതാവ് വിളിച്ചു പറഞ്ഞത്, മോനെ നീ ആ സ്റ്റേജിൽ കയറിയാൽ എന്റെ അനന്തര സ്വത്തിന് അവകാശിയല്ല, നീ ഏൽപ്പിച്ച 3 ലക്ഷം സമീപത്ത് ഞാൻ കൊടുക്കുകയാണ്. സഹോദരൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിന് ലഭിക്കേണ്ട അനന്തര അവകാശമായി കിട്ടേണ്ടത് കൊണ്ട് മാത്രമാണ്. നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മിന്നാ ശൈഅൻ ഫബല്ലഗഹു കമാ സമിഅ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ മുഖപ്രസന്നത ലഭിക്കും. അല്ലാഹുവിന്റെ ദൂതനിൽ നിന്ന് എന്ത് കിട്ടിയോ അത് അതുപോലെ പഠിപ്പിക്കുന്നവന് മുഖപ്രസന്നത റബ്ബിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുമെന്നാണ്. അത്തരത്തിലുള്ളവരുടെ ഒരു കൂട്ടായ്മ, വിശ്രമമില്ലാത്തവരുടെ കൂട്ടായ്മ, അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാഹി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുകയും ഓടിക്കൊണ്ടിരിക്കുന്നവരുമാണ്. പക്ഷേ നമ്മൾ ഇരുന്നാൽ, നമ്മൾ കടന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഇരിക്കുന്നവരായ ആളുകൾ, ഗൈറു ഉലിൽ ദറർ, യാതൊരു പ്രയാസവും അനുഭവിക്കാൻ തയ്യാറില്ല. ഞങ്ങൾ അത്തരത്തിലുള്ളതിനൊന്നുമില്ല, ഞങ്ങൾക്ക് കഷ്ടപ്പെടാനാകില്ല, ഞങ്ങളിങ്ങനെ ക്ലീൻ ഷേവ് ആയിക്കൊണ്ട് ഞങ്ങൾ എക്സിക്യൂട്ടീവ് ലുക്കുമായി നടക്കുകയാണ് എന്ന് വിചാരിക്കുന്നുവെങ്കിൽ വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് ബി അംവാലിഹിം വഅൻഫുസിഹിം, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും കഠിനാധ്വാനം ചെയ്യുന്ന, ധർമ്മസമരം ചെയ്യുന്നവരും ഇരിക്കുന്നവരും തുല്യമാവുകയില്ല. മാത്രമല്ല അല്ലാഹു വീണ്ടും പറഞ്ഞ അവസാനം പറഞ്ഞു, വഫല്ലല്ലാഹുൽ മുജാഹിദീന അലൽ ഖായിദീന അജ്റൻ അളീമ, ഇരിക്കുന്നവരേക്കാൾ ശ്രേഷ്ഠത ഓടുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഉണ്ടാകും. എന്തിനാണ് ഏതെങ്കിലും ഒരു നാട്ടുകാരനായ മനുഷ്യനെ കൊലക്കത്തിക്കരയാക്കിക്കൊണ്ട്, കഴുത്തറുത്തുകൊണ്ട്, റോട്ടിന്റെ ഓരത്തിട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് ഞങ്ങളുടെ ആദർശമാണ്, വെബ്സൈറ്റാണ് എന്ന് പറയുന്ന ഇസ്ലാമിക ആദർശത്തിന് വേണ്ടിയല്ല. ഏ സോദരി, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, റസൂലിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുക. ഇതൊരേകോദര സഹോദരന്മാരുടെ ആദർശ പ്രതിബദ്ധതയുള്ളവരുടെ ഒരു കുടുംബമാണ്. സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വിഭാഗീയതയുടേതല്ല, വിഭാഗീയത വിത്തുപാകാനുള്ളതല്ല, മറിച്ച് അല്ലാഹുവിനോട് ദുആയിരന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് മാതാപിതാക്കളെ സംരക്ഷിച്ച് വളർന്നു വരുന്ന കൊച്ചുമക്കളെ കളികളിൽ നിന്ന് മാറ്റി ഇഖ്റ പാഠശാല പോലെ MSM നടത്തുന്ന
കുട്ടികൾക്ക് വേണ്ടുന്ന പാഠശാലകളിലൂടെ കുട്ടികളെ വളർത്തിയെടുത്തുകൊണ്ട് ഇത്തിഹാദുശ് ശുബ്ബാനുൽ മുജാഹിദീൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സത്യവിശ്വാസത്തിന്റെ കണികക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കേരള നദുവത്തുൽ മുജാഹിദീന്റെ സമാദരണീയരായ നേതൃത്വത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്റേതായ പരലോകത്തിന് വേണ്ടി ഖുർആനും ഹദീസും മനപ്പാഠം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയായി വളരുന്ന ഒരാദർശ കുടുംബമാണ്. അതിനനുസരിച്ച് അള്ളാഹു പ്രവർത്തിക്കുവാൻ, പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, കൂടെ സ്വന്തം കുടുംബത്തെ ഹിദായത്തിലാക്കുവാൻ ആരാധനാലയത്തിൽ ഈ സംഗമത്തിന് വന്നതുപോലെ അള്ളാഹുവിന്റെ ആരാധനാലയത്തിൽ വെള്ളിയാഴ്ച ഒത്തുകൂടാൻ കൂടി ഇസ്ലാം നൽകുന്ന അനുവാദവും അതിൻ്റെതായ പ്രതിഫലവുമുണ്ട്. പല പള്ളികളിലും മരിച്ചതിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അള്ളാഹുവിന്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്ന സഹോദരിമാർക്കും അനുവാദം നൽകുന്ന ആരാധനാലയങ്ങളാണ് ഉള്ളത്. പെരുന്നാൾ സുദിനത്തിൽ റസൂലുള്ള മൈതാനത്തേക്ക് പോകാൻ പറഞ്ഞു. മൈതാനത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു നടക്കൂ പള്ളിയിലേക്ക്. അവസാനത്തെ പത്തിൽ ഇഅ്തികാഫിരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു പള്ളിയിലേക്കാണ് റസൂൽ പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് മലപ്പുറത്തെ മേൽമുറി പാടത്തേക്കാണ്. അതിൽ നിന്ന് തന്നെ വൈരുദ്ധ്യമാവുകയാണ്. അള്ളാഹുവിന്റെ ദൂതൻ പള്ളിയിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പിലേക്ക്, അള്ളാഹുവിന്റെ ദൂതൻ പറമ്പിലേക്ക് പോകാൻ പറഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക്. അല്ല സുഹൃത്തുക്കളെ, ഒരു സംഘടനയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയല്ല, അവനവന്റെ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഇണങ്ങുകയും സത്യമല്ലെന്ന് മനസ്സിലായാൽ അതിനോട് പിണക്കം പ്രകടിപ്പിക്കുകയും ആ പിണക്കമുള്ളവരോട് ഇസ്ലാമിന്റെ സത്യത്തിലേക്ക് ആദർശത്തിലേക്ക് വന്ന് ഇണങ്ങുവാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി വളരാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹുവേ നീ ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ആദർശരംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകന്മാർക്ക് ആശ്വാസം പകരുവാൻ അവരുടെ കുടുംബത്തിന് അള്ളാഹുവേ നീ തൗഫീക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിനൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.